ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ സാന്റോസുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. അതായത് 2026 ഡിസംബർ മാസം വരെയാണ് നെയ്മർ കരാർ പുതുക്കിയിട്ടുള്ളത്. സാന്റോസിൽ ഒരു വർഷം കൂടി തുടരാൻ നെയ്മർ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു. ഇതോടുകൂടി നെയ്മറെ ഒരു നേട്ടം കാത്തിരിക്കുന്നുണ്ട്. അതായത് സാന്റോസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം നേടാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതുവരെ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി 150 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർക്ക് ഈ ഒരു പട്ടികയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാന്റോസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ 10 താരങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് ഇതിഹാസമായ പെലെയാണ് വരുന്നത്. 1091 ഗോളുകളാണ് പെലെ സാന്റോസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് പെപ്പെ വരുന്നു, 403 ഗോളുകൾ. അതിനുശേഷം മറ്റൊരു ഇതിഹാസമായ കൂട്ടീഞ്ഞോയാണ് വരുന്നത്, 368 ഗോളുകൾ. അതിനുശേഷം ടോണിഞ്ഞോ എന്ന താരം വരുന്നു, 279 ഗോളുകൾ. പിന്നീട് ഫെയ്റ്റിക്കോ എന്ന താരം വരുന്നു, 214 ഗോളുകൾ. അതിനുശേഷം ഡോർവെൽ വരുന്നു, 194 ഗോളുകൾ. പിന്നീട് പറ്റൂസ്ക 184 ഗോളുകൾ, എഡു 184 ഗോളുകൾ, പഗാവോ 157 ഗോളുകൾ, ടിറ്റെ 151 ഗോളുകൾ. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതിനുശേഷമാണ് നെയ്മർ ജൂനിയർ വരുന്നത്. 11ാം സ്ഥാനത്താണ്. 150 ഗോളുകൾ നെയ്മർ നേടിയിട്ടുണ്ട്. ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം നേടാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, 150 ഗോളുകൾക്ക് പുറമെ പൗളിസ്റ്റാവോ കിരീടം 3 തവണ നേടിയിട്ടുള്ള താരമാണ് നെയ്മർ ജൂനിയർ. ഒരു കോപ്പ ലിബർട്ടഡോറസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു കോപ്പ ഡോ ബ്രസീൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു റീകോപ്പ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂടാതെ സാന്റോസിൽ വെച്ചുകൊണ്ടാണ് പുഷ്കാസ് അവാർഡ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ സാന്റോസിനോടൊപ്പം ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം തന്നെയാണ് നെയ്മർ ജൂനിയർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.